എല്ലാവർക്കും നമസ്കാരം. കേരള ജോഗ്രഫിയിൽ ഊർജ സ്രോതസ്സുകൾ, അതിൽ തന്നെ ജലവൈദ്യുത പദ്ധതികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ നദിയാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം. 1954 വന്ന ചെങ്കുളം ആണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ 1940 മുതിരപ്പുഴയിൽ വന്ന പള്ളിവാസൽ ആണ്. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി കണ്ണൻ ദേവൻ കമ്പനി. വർഷം 1900. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി. വർഷം 1900. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് എന്നാണ്? വർഷം 1975 ഒക്ടോബർ മാസം 4. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന തീയതി 1975 ഒക്ടോബർ 4. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി അതിൻ്റെ പരമാവധി ഉൽപാദന ശേഷി 780 മെഗാവാട്ട്സ് ആണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് ഇന്ത്യയെ സഹായിച്ചത് കാനഡയാണ്. കോഴിക്കോട് ജില്ലയിൽ ഉർമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ചൈന. കോഴിക്കോട് ജില്ലയിലാണ് ഉർമി ജലവൈദ്യുത പദ്ധതി. അതിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ചൈനയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഇടുക്കിയിൽ മൂലമറ്റത്താണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി പദ്ധതിയാണ്. വർഷം 1972. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി പദ്ധതി. വർഷം 1972. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ, കൂത്തുങ്കൽ, ഉള്ളുങ്കൽ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ മണിയാർ, കൂത്തുങ്കൽ, ഉള്ളുങ്കൽ. സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. പമ്പാ നദിയിൽ ഉള്ള മണിയാർ പദ്ധതിയാണ് സ്വകാര്യ മേഖലയിൽ ആരംഭിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കൂത്തുങ്കൽ ആണ്. ഇടുക്കിയിലെ കൂത്തുങ്കൽ പദ്ധതിയാണ് കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപാദനം നടത്തുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്തായി മാറുന്നത് മാങ്കുളം. ഇടുക്കിയിലെ മാങ്കുളം ആണ് കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപാദനം നടത്തുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് എന്ന നേട്ടം കൈവരിച്ചത്. മാങ്കുളം ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. ഉള്ളുങ്കൽ പദ്ധതി അത് കക്കാടാണ്. സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കക്കാട് നദി. പത്തനംതിട്ടയിലെ കക്കാട് തന്നെയാണ് ഉള്ളുങ്കൽ പദ്ധതി ഉള്ളത്. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. ശബരിഗിരി പത്തനംതിട്ട ജില്ലയിൽ ആണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നദികൾ പമ്പയും കക്കി നദിയാണ്. പമ്പ, കക്കി നദിയിലെ ജലവൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ശബരിഗിരി പദ്ധതിയിൽ. വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ പഞ്ചായത്ത് കുന്നമംഗലം പഞ്ചായത്ത്. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പഞ്ചായത്താണ് വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ പഞ്ചായത്ത്. പൊതുജന സഹായത്തോടെ നടപ്പിലാക്കിയ ചെറുകിട കുടിവെള്ള പദ്ധതിയാണ് ഒളവണ്ണ മോഡൽ. പൊതുജന സഹായത്തോടെ നടപ്പിലാക്കിയ ചെറുകിട കുടിവെള്ള പദ്ധതി ഒളവണ്ണ മോഡൽ കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് സംയുക്തമായി ചേർന്ന് നടത്തിവരുന്നു.
പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല അത് ഏത് നദിയിൽ എന്നും നോക്കാം. പള്ളിവാസൽ, മുതിരമ്പുഴ, ഇടുക്കി. പള്ളിവാസൽ മുതിരപ്പുഴയിലാണ്, ഇടുക്കി ജില്ലയിൽ. ചെങ്കുളം മുതിരപ്പുഴയിൽ തന്നെയാണ്, ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പള്ളിവാസലും ചെങ്കുളവും മുതിരപ്പുഴ ഇടുക്കി ജില്ലയിലാണ്. കൂത്തുങ്കൽ പദ്ധതി പന്നിയാറിലാണ്, ഇടുക്കി ജില്ലയിലെ പന്നിയാറിലാണ് കൂത്തുങ്കൽ. നേര്യമംഗലം മുതിരപ്പുഴയാണ്, പെരിയാർ നദിയുടെ ഭാഗമായിട്ടുള്ള മുതിരപ്പുഴയിലാണ് നേര്യമംഗലം, ഇടുക്കി ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയാണ്, ഇടുക്കി ജില്ലയിൽ. ഇടമലയാർ നദി ഇടുക്കി ജില്ല. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്, തൃശ്ശൂർ ജില്ല. ചാലക്കുടി പുഴയൊക്കെ തൃശ്ശൂരാണല്ലോ. കക്കാട് ജലവൈദ്യുത പദ്ധതി കക്കാട് നദിയാണ്, നമ്മളിപ്പോൾ പഠിച്ചു, പത്തനംതിട്ടയിലെ കക്കാട്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിപ്പുഴയാണ്, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിപ്പുഴ. ഷോളയാർ ചാലക്കുടി പുഴയാണ്, തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലാണ് ഷോളയാർ ഒക്കെ ഉള്ളത്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പയാണ്, നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, ശബരിഗിരി പമ്പ നദി, അപ്പോൾ പത്തനംതിട്ട ജില്ലയാണ്. മണിയാറും പമ്പയാണ്, ശബരിഗിരിയും മണിയാർ പമ്പ നദിയാണ്, പത്തനംതിട്ട ജില്ലയിലാണ് ഉള്ളത്. പന്നിയാർ എന്ന് പറഞ്ഞത് പെരിയാറിന്റെ ഒരു പോഷക നദിയിലുള്ളയാണ്. പന്നിയാർ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്. KSEBിയുടെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതികൾ എത്ര എണ്ണമുണ്ട്? 14 എണ്ണമുണ്ട്. KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതികൾ ശബരിഗിരി, കുറ്റ്യാടി, ഇടമലയാർ, പെരിങ്ങൽകുത്ത്, ഇടുക്കി, കക്കാട്, കല്ലട, ലോവർ പെരിയാർ, നേര്യമംഗലം, പള്ളിവാസൽ, പന്നിയാർ, ചെങ്കുളം, ഷോളയാർ, മലങ്കര എന്നീ പദ്ധതികൾ KSEBിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ്. ഏതൊക്കെയാണ്? ശബരിഗിരി, കുറ്റ്യാടി, ഇടമലയാർ, പെരിങ്ങൽകുത്ത്, ഇടുക്കി, കക്കാട്, കല്ലട, ലോവർ പെരിയാർ, നേര്യമംഗലം, പള്ളിവാസൽ, പന്നിയാർ, ചെങ്കുളം, ഷോളയാർ, മലങ്കര എന്നീ പദ്ധതികൾ, വൈദ്യുത പദ്ധതികൾ KSEBിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതി പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള നദി ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കൊല്ലം ജില്ലയിലെ കല്ലട ജലസേചന പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. അണക്കെട്ടിൽ പ്രധാനപ്പെട്ടത് ഇടുക്കി ഡാമിനെ മാത്രം ഒന്ന് പെട്ടെന്ന് നോക്കാം. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം കൂടിയാണ് ഇടുക്കി ഡാം. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ്. ഇടുക്കി ഡാം നിർമ്മിച്ചത് ആരാണ്? കുറവൻ, കുറത്തി മലകൾക്കിടയിലാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം കാനഡയാണ്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം കാനഡ. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിലുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവാണ് കൊലുമ്പൻ മൂപ്പൻ. ഇടുക്കി ഡാമിന് നിർമ്മാണത്തിനാവശ്യമായുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവ് കൊലുമ്പൻ മൂപ്പൻ. ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ച വർഷം 1969 ഏപ്രിൽ 30 1969 ഏപ്രിൽ 30 ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഇടുക്കി ഡാമിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? ഇന്ദിരാഗാന്ധി. അതിന്റെ വർഷം 1976. 76 ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ഡാം പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത്. സോ ഫ്രണ്ട്സ്, നമ്മൾ ജലവൈദ്യുത പദ്ധതിയെ പറ്റി ഏറ്റവും അത്യാവശ്യമായി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളും പോയിന്റുകളും ഒക്കെയാണ് പറഞ്ഞത്. അതോടൊപ്പം ഇടുക്കി ഡാമിനെ പറ്റിയും പറഞ്ഞു പോയി. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ടോപ്പിക്സൊക്കെ ജസ്റ്റ് എന്നെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിച്ചാൽ ആ ടോപ്പിക്സ് ഞാൻ ഉടൻ തന്നെ വീഡിയോ ആയി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഇതേപോലത്തെ PSC റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും മറ്റ് ടോപ്പിക് വൈസ് വീഡിയോസും ഒക്കെ ഞങ്ങളുടെ ചാനൽ വഴി ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.